മാധ്യമങ്ങളുടെ നിലനിൽപ്പ് ഈ മാധ്യമ പ്രവർത്തകരുടെ മാത്രം നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെ മാധ്യമപ്രവർത്തനം വരുന്നത്? അവിടെ മാധ്യമപ്രവർത്തനം പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന സമയത്ത് ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ സൂക്ഷ്മതയോടുകൂടി നോക്കി കാണുന്നു. നമുക്കൊരു കണ്ണട വേണമല്ലോ, കാഴ്ചപ്പാടെന്നുള്ള ഒരു കണ്ണട വേണം. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ചാനലിൽ ഇരുന്ന ഒരു വ്യക്തി പ്രഖ്യാപിക്കുകയാണ്, ഞാൻ CPM കാരനാണ്, ഞാൻ CPM വേണ്ടി വാദിക്കുന്നു. ഒരു പാർട്ടിക്കാരനെ പോലെ ആ ചാനലിൽ നിന്ന് വാദിക്കുന്നു. വേറൊരു വ്യക്തി BJP കാരനാണെന്ന് പ്രഖ്യാപിക്കുന്നു. BJPക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തി കോൺഗ്രസിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര നമുക്ക് തോന്നുന്നത് എന്താണ്? ഈ ഒരു 3 പേരും പറയുന്നത് വളരെ ശക്തമാണ്. ഉടനെ തന്നെ ഇവർക്ക് ആരാധകർ കൂടുന്നു, ഭയങ്കര ഡ്രാമയാവുന്നു. ഈ തെരുവിൽ തല്ല് കാണുന്നത് പോലെ നമ്മൾ നോക്കി നിൽക്കുന്നു, നമ്മൾ വിഡ്ഢികളുമാവുന്നു. അവരിത് പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. നാളെ ഇവർ 3 പേരും വേറൊരു മാധ്യമത്തിലേക്ക് പോകുന്നു. ആ മാധ്യമത്തിൽ പോയിട്ട് അവർ വേറൊരു പോളിസി എടുക്കുന്നു. ഇതെല്ലാം നിലനിൽപ്പിന് വേണ്ടിയുള്ള സംഗതിയാണ്. ഇതൊന്നും മാധ്യമപ്രവർത്തനമായിട്ട് ഇന്ന് കാണുന്നത് മാധ്യമപ്രവർത്തനമേ അല്ല. ഇന്നത്തെ മാധ്യമം എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ മാധ്യമം എന്ന് പറയുന്ന സംഗതി ഈ കാണുന്ന നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ നമ്മൾ പറയുന്നുണ്ടെങ്കിലും മറ്റേ മുഖ്യധാരാ മാധ്യമം എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥ മാധ്യമം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകയോ മാധ്യമ പ്രവർത്തകനോ ആണ്.